പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. ഒന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പോകുന്നത് സാങ്ക്രി വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ സാങ്ക്രി വില്ലേജിൽ നിന്ന് അവിടെ നിന്ന് ട്രക്കിംഗ് കയറാൻ പോകണം. ഓക്കെ, ട്രക്കിംഗ് വന്നിട്ട് ജൂട്ട്ക തലാബിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. ഓക്കെ, ജൂട്ട്ക തലാബ് കഴിഞ്ഞിട്ട് നമ്മൾ കേദർഗന്ധയിലേക്ക് പോകും. അവിടെ കുറേ കഥകൾ കാര്യങ്ങൾ ചിലപ്പോൾ 10th വ്ളോഗിലോ എപ്പിസോഡിലോ വരും. സോ വെയിറ്റ് ബ്രോ, ബൈ. അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഈ ഷോട്ട് ഞാൻ ഇതിന് വേണ്ടി എടുത്തു വെച്ചാണ്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയുണ്ട് ബ്രോ? എവിടെയാണ് നമ്മളെ പോയിക്കൊണ്ടിരിക്കുന്നത്? സാങ്ക്രി വില്ലേജിലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അഡ്വഞ്ചർ ഫുൾ എന്റെ ബോംബ അമേസിംഗ് സാധനം ചെയ്തിട്ട് ബാക്കി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതാണ്. അവർക്ക് എന്താ പറയാനുള്ളത്? രാവിലെ എണീച്ച് എന്താ ടെമ്പറേച്ചർ ലെവൽ എന്താണ്? എത്ര ജാക്കറ്റ് മൂന്ന് ജാക്കറ്റ് ഒരു മറ്റേ പനിയെ കട്ടിയുള്ള പനിയെ പിന്നെ ഒരു ജാക്കറ്റ് ഫുള്ള് ഓഫ് റോഡ്. ഈ വ്യൂ കണ്ടിട്ട് ഓഫ് റോഡാണ്. മച്ചന്മാര് മേലേക്ക് നല്ല വ്യൂവും കണ്ടിട്ട് അടിപൊളിയായിട്ട് മേലേക്ക് ഇരുന്ന് പോവാണ്. ചെക്കനിക്ക് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ദേ ആർ ഹാപ്പി. സോ അതിൻ്റെ ഇടയിൽ നമ്മളും ഉണ്ടല്ലേ, എന്തൊരു വ്യൂ ആണെന്ന്. ഓൾ ആർ ഹാപ്പി. ഓക്കെ, ഓൾ ആർ ഹാപ്പി. ഒരു ഫസ്റ്റ് ട്രക്കിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഒന്ന് പറയാമെങ്കിൽ ഐ ഹാപ്പി ബ്രോ. പാലക്കാട് जा क्या जा कहाँ से जा रहे हो? भैया മലയാളി ആണല്ലേ ബ്രോ? മലയാളി ആണല്ലേ ബ്രോ? മലയാളി ആണല്ലേ ചോദിച്ച്. ബ്രോ എന്താ ഹിന്ദിയിൽ സംസാരിച്ചു? ബ്രോ ഇപ്പൊ ഹിന്ദിയിൽ സംസാരിച്ചു. ബ്രോ അതാരത്? ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ്. മെയിൻസ് ഇവിടെ നിന്നാണ് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു മലയുടെ അടിയിലാണ് നമ്മൾ കൊണ്ടുവിട്ടത്. ഇനി മേലോട്ട് പോകണം. ഓക്കെ, സോ നമുക്ക് കാണാം. അങ്ങനെ ഓരോരുത്തരായിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഓൾ ആർ എക്സൈറ്റഡ് ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. नाम क्या है भैया? മുലായം ചൗഹാൻ. കട്ടിണ്ടല്ലോ, ഭയങ്കര കട്ടിണ്ടാള്, ഭയങ്കര Hi bro. Hi. तुम टीम सार? Yes. Come on. Sahara. ഈ ബ്രോനെ കണ്ടു വെച്ചല്ലോ, അതേ ബ്രോ ആ ബ്രോനെ പോലെ കണ്ണായിട്ടിരിക്കും അല്ലേ? അമർ ബ്രോ. പിന്നെ ഇനി കുറേ ആൾക്കാർ വരേണ്ട, അവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. സോ അതുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ ഇനിയും കുറേ ഓൺ വോയിസിൽ വന്നതിൽ എനിക്ക് ഭയങ്കരമായി സങ്കടമുണ്ട്. സോ ചില ഷോർട്സുകളിലൊന്നും വോയിസ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. സോ എത്രയാണ് വെച്ച് നിങ്ങൾ എൻ്റെ വോയിസ് കേൾക്കുക. സോ അതുകൊണ്ട് തന്നെ വീഡിയോയിലുള്ള വോയിസ് ഞാൻ കാണിച്ചു തരാൻ വിചാരിച്ചു. നീ കുടിച്ചതിൽ എനിക്ക് എന്ത് തോന്നി? എന്താണ് സാധനം? ഒന്നും തോന്നിയില്ല. എടാ എന്താ സാധനം? എന്താ നീ കുടിച്ചു? അത് പറയാ. പച്ചമോരില് ആട്ടുമാട്ടിക്ക് മോരില് ചാട്ടിട്ട് വന്നു. അത്ര തന്നെ. ടേസ്റ്റ് എങ്ങനെ? ടേസ്റ്റ് भैया हाउसिंग
ഇതിന് സ്റ്റോറേജ് ലോക്കൽ ചാർജ് മറ്റേ അപ്ലൈ കുറിച്ചില്ലേ എനിക്ക് വേണമെങ്കിൽ പറയടാ. എന്തിടാ സ്റ്റോറേജ് ഉണ്ടോ? സത്യം എത്രയുണ്ട് സ്റ്റോറേജ്? സ്റ്റോറേജ് ഉണ്ട് 1256 ആവുന്നു. 256 അതിന്റെ അത് ഇപ്പൊ എത്ര ഉണ്ട്? ഇതില് ഒന്നുമില്ല ബ്രോ. ആക്ച്വലി ഇതിനു വേണ്ടി ഞാൻ അപ്പൊ ഇതിനകത്ത് ഇതല്ല ബ്രോ രസം. അല്ല ഇതല്ല ബ്രോ. ഓൺലി ഫോർ ലൈക്ക് വീഡിയോ. പ്ലീസ് പ്ലീസ്. ബ്രില്യൻ. ഹീസ് എ ബ്രില്യൻ ഗായ്. ഓക്കേ. മോട്ടറാക്കി കേറ്റാണ്. ഇനി മലല്ലേ കയറാന്. എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, റിവ്യൂ ചെയ്യാൻ പറ്റില്ല. എനിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല. ചാട്ട് മോനെ മോട്ടില് ചാട്ട്. പക്ഷെ കുടി ബ്രോ നല്ല ബോഡിക്ക് നല്ലതാണ്. നിങ്ങക്ക് മനസ്സിലാവും അത് കുടിച്ചു കഴിഞ്ഞാൽ. ഇല്ല സ്മെല്ലില്ല. ആ കുടിച്ചു കഴിഞ്ഞാൽ ബ്രോക്ക് മനസ്സിലാവും എന്തിനാ കുടിച്ചെന്ന്. എവിടെ ചെങ്ങ? എവിടെ ചെറിയ ചെങ്ങ? എവിടെ മറ്റേ ചാർജർ ഇല്ല. എന്റെ പേര് ചാട്ടാണ്. ചാച്ചാന്നാണ് മറ്റേ ചങ്ങായി പറയുന്നത്. क्या नाम क्या है? कितना चाचा अरले अरले കാണിക്കണേ കാണിക്കേ. ഒരു പ്രശ്നം നല്ല സെറ്റ് സാധനം. ഞാൻ പാല് പൊതുവെ കുടിക്കാറില്ല. പാലല്ലേ മോരായില്ല. കുറച്ച് മോര് പോലെ ആയിട്ടുണ്ട്. മസാല കൊണ്ടാ തോന്നുന്നു. കടയെ ഒന്ന് പ്രൊമോട്ട് ചെയ്തു. ഫസ്റ്റ് സ്പീക്കർ ഇവിടുത്തെ ചേച്ചി സപ്പോർട്ടാണ്. എന്താ അതിൻ്റെ ഉള്ളിൽ നോക്കി അവിടെ ബാത്റൂമാ? ആവശ്യമുള്ള സമയത്ത് ഫോണിന്റെ സ്റ്റോറേജ് തീർന്നു പോയാൽ ഏറ്റവും ബേസാണ്. സ്റ്റാർട്ടിങ്ങിലൊക്കെ സ്പോട്ടാണ്. ഇവിടെ ബോംബെയിലുള്ള ബ്രോയിന് നമ്മൾ വീഡിയോ എടുത്ത് കൊടുക്കുകയാണ്. സോ ചങ്ങായിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ വീഡിയോ ഇനി അടുത്ത് ഈ ചങ്ങായിൻ്റെ കൈയും കാലൊക്കെ നേരെ എനക്ക് ബ്രോ എന്ന് പറയാം നമ്മളെടുത്ത്. അല്ലെങ്കിൽ പിടിക്കും, അവിടെ പിടിക്കും. നമുക്കറിയില്ലല്ലോ 2 മാസം ഇതിനു വേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്ത് വന്നിരിക്കുകയാണെന്ന്. मला सुंदर है. बहुत सुंदर मला. उसको देखो, वो हम लोग वो मला के ऊपर जा रहा है. देखो किधर से? देखो ना देखो ना देखो ना देखो ना गाइस, वो बहुत ठंडा. उधर उधर कैसे जाएगा भाई? उधर जाने में डू दिस. देखो ना देखो सरा सुल्फो से मेरा सुल्फो से. ബാക്കിയുള്ള നോക്കിയിട്ട് അതാ അപ്പുറത്ത് ഇത് അവൻ കൊങ്ങണിയാണ്. മലയാളിയാ?
ഒന്ന് പറയുകയാണെങ്കിൽ ഇതൊന്നുമല്ല, ട്രക്കിംഗ് ഇനിയും പോകാനുണ്ട്. ഈ ചങ്ങായി വന്നിട്ട് ഏതോ ടെലിവിഷനിലും കാര്യങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് പോലെ ഒരു തോന്നൽ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട്സ് ഫുൾ എൻജോയിങ്. നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പാണ്. നമ്മൾ നല്ല ഫ്രണ്ടിലായിരിക്കും, ബാക്കിയുള്ള ആൾക്കാർ പിന്നാലെ ആയിരിക്കും. സോ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് മെല്ലെ 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 പോവുള്ളൂ. ഒരു സിറ്റൊക്കെ ചെയ്ത് മെല്ലെ പോവുള്ളൂ. ഒരു റീലിന് റിയാക്ഷൻ തരാൻ പറഞ്ഞാണ്. ഇതിങ്ങനെയായി പോയി, കാഴ്ച എങ്ങനെയായി പോയി. നിന്നെയൊക്കെ പറ്റിച്ച് ഇല്ലാണ്ടാക്കിണ്ടാവും. പിന്നെ വേണ്ട, പാവങ്ങളല്ലേ. അടിപൊളി പ്രാങ്ക് വരുന്നത്. എന്ത് പ്രാങ്ക്? ഞങ്ങളെ നിങ്ങൾക്കറിയില്ല, ഞങ്ങള് പറയുന്ന ഭാഷ കൊങ്ങിണിയാണ്. കൊങ്ങിണി അറിയാം. പറഞ്ഞേ അപ്പൊ പറ്റില്ല. അപ്പൊ നിന്നെ പറ്റില്ല. അപ്പൊ ചോദിക്കും അതെന്താ സംസാരിക്കാൻ പറ്റില്ല. അതാണ് കണ്ടന്റ്. മനസ്സിലായ? അപ്പൊ ഏതെങ്കിലും ഒരുത്തിന് കിട്ടിയാൽ മതി മലയാളിയായിട്ട്. നിന്നെ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ മതിയാന്ന്. ഇയാളെ ചിലവർക്ക് അറിയാം. ഓക്കെ, അയാൾ വന്നിട്ട് സ്റ്റേറ്റ് അവാർഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അയാൾ ടെലിവിഷൻ ആക്ടറാണ്. സോ മൂപ്പർക്ക് ഈ ഇടയ്ക്കാണ് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അറിയാത്ത ആൾക്കാർക്ക് പറയാം, മൂപ്പേരൻ്റെ പേര് അനൂപ് എന്നാണ്. ഓക്കെ, വീട്ടിലേക്ക് കിടക്കാം. ബ്രോ, അത് ഏത് മലയാണ്? ഹരിയാന ഫോർട്ട്. അപ്പളേ എന്ത് തള്ളാതെ ബ്രോ തള്ളിയത്. പിന്നെ ഇതേപോലെ ആരും വരാണ്ടിരുന്നപ്പോൾ പിന്നെയും നമ്മൾ സ്റ്റോപ്പിട്ട് കാഴ്ചകൾ കണ്ടിട്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അങ്ങനെ മൂവ് ഓൺ ചെയ്യുകയാണ്. സോ ഇനിയും കുറച്ച് ആൾക്കാർ വരാനുണ്ട്. സോ അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ പിന്നെയും വീഡിയോയിലേക്ക് പോകും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വോയിസിൽ വരുന്നത് ബുദ്ധിമുട്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഫുൾ വീഡിയോ ഓക്കെ. ഇടയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് മാത്രമായിട്ട് അടിച്ചിറക്കിയത് അതിന് കോസ്റ്റ് 25,000. പാന്റ് ഇത് ട്രക്കിംഗ് ട്രക്കിങ്ങിന്റെ പാൻസ് ആണ്. അതിനൊരു പ്രൈസ് 12,500. വെരി ക്വാളിറ്റി, വെരി ഗുഡ്. ഷൂസ് വുഡ്ലാൻഡിന്റെ ഷൂസ് ആണ്. ചങ്ങായി ഉണ്ടല്ലോ 25,000 ക്ലാസ് 5,500 പാക്കേജ്. നല്ല ആള്. കഴിഞ്ഞില്ല കണ്ട കുറച്ച് ആൾക്കാർ കണ്ടന്റ് ആ കണ്ടന്റ് കൂടി പറഞ്ഞ നോക്കട്ടെ. എപ്പോഴും പറയാൻ പറ്റില്ല. ദിവസം ഞാൻ എന്തോ എടുക്കേണ്ടി വരുന്നു. ചങ്ങായിണ്ട്, ചങ്ങായി അതിനോടുണ്ട്. വ്ളോഗ് there is they gonna use guys. Oh, team star चलेगा क्या? इसका सुनेगा गाना. അങ്ങനെ മൂപ്പര് വെയിറ്റ് ചെയ്യും. മൂപ്പര് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. ആൾക്കാർ വരട്ടെ വരും. പിന്നെ ആൾക്കാരുടെ പിന്നാലെ വരും. മൂപ്പര് ആദ്യം ഫാസ്റ്റ് നടക്കും. ഫാസ്റ്റ് നേരെ പോയിട്ട് കുറച്ച് ദൂരെ പോയിട്ട് അവിടെ നടക്കും, അവിടെ ഇരിക്കും. എന്നിട്ട് ഇയാളെ എല്ലാവരും കൊണ്ട് പോകും.
ടോട്ടലി നമ്മൾ അങ്ങനെ ജൂട്ട് കാ തലാബ് അതിൻ്റെ അടിയിലുള്ള ഒരു ബേസ് ക്യാമ്പിൽ വന്നിരിക്കുകയാണ്. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ മേലേക്ക് ജൂട്ട് കാ തലാബ് ലേക്സ് അങ്ങനെ കുറേ മൂവ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, ഇത് വന്നിട്ട് ഫുൾ എക്സസൈസും കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ എക്സസൈസ് ചെയ്യാത്തവരെടുത്ത് പറയുന്നത് നിങ്ങൾ ഫുഡ് കിട്ടില്ല നിങ്ങൾക്ക് ഈ എക്സസൈസ് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ. ഓക്കെ, എക്സസൈസ് ചെയ്യില്ലെങ്കിൽ മാൻ സീനായിരുന്നു. ലാസ്റ്റ് ഫൈനലി നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ അവർ ചെയ്യിപ്പിച്ചു. അടുത്ത നാളെ ബേസ് ക്യാമ്പ്. ഇപ്പൊ നമ്മളായത് 9100 എന്താ പറയാ സീ ലെവലിന്റെ മേലെയാണ് നിക്കുന്നത്. ഏത് ബ്രോ മൂഡ്? ആ സോറി 9100. അയ്യോ വന്നെ ബ്രോ, എല്ലാവർക്കും നെറ്റല്ലോ. അയ്യോ അവിടെ ബാത്റൂം സോവർ റൂമുണ്ട്. പാലക്കാട് മേപ്പറമ്പ്. ബ്രോ ബ്രോ എവിടെയാണ്? കണ്ണൂരാ. കണ്ണൂരിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ മറ്റേ തെയ്യല്ലേ തെയ്യം. എന്താണ് തെയ്യത്തിനെ കുറിച്ച് പറയാനുള്ളത്? എന്താണ് ഇത്? എന്താണ് ബ്രോ കഥ? എന്താണ് തെയ്യത്തിന്റെ കഥ? എന്താണ് ശരിക്കും? എനിക്കറിയില്ല. അറിയില്ല. ഡിസപ്പോയിന്റഡ്. ഐ ആം ഡിസപ്പോയിന്റഡ് ബ്രോ. ഇതാണ് ഇവിടെ ലാസ്റ്റ് ഞാൻ ഗ്രൂപ്പിലെ ഒരു ലിങ്ക് ഇടാം എല്ലാം കഴിഞ്ഞ ശേഷം. അവിടെ ആരൊക്കെ ഇരിക്കണല്ലോ. സ്കാം ആയില്ലേ? കാര്യമില്ല വാങ്ങിയല്ലേ ബ്രോ. ഇത് സീനാണ് കേട്ടോ. റോസ് സീനാണ്. നല്ല തണുപ്പുണ്ട് അല്ലേ? എത്ര മൈനസ് ഉണ്ട്? പിന്നെ എങ്ങനെ ഫ്രീസ് ആവോ? കാര്യമായിട്ട് നമുക്കറിയില്ല ബ്രോ. അതല്ല നമുക്കറിയില്ല പറഞ്ഞു. എന്ത് തണുപ്പറിയില്ല. പക്ഷെ മൈനസ് ഉണ്ട്. ഇവിടെ നെറ്റുമില്ല ഒന്നുമില്ല. ഫോൺ മാത്രം ടെമ്മിക്ക് വീഡിയോ എടുത്ത് കളിക്കാൻ. അവിടെ ചുമ്മാ ഇരുന്നപ്പോൾ ഇവരിവിടെ ടെൻറ്റ് കിട്ടുന്നു. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ ഒന്നുമില്ല. അവർ ഷൂട്ട് ചെയ്ത് കുറച്ച് സ്ലോ ആയിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ട് അവർ പറഞ്ഞു ഹെൽപ്പ് വരണോ, ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് അല്ലേ, കം ആൻഡ് ജോയിൻ അസ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഞങ്ങളും പോയി ജോയിൻ ചെയ്തു. ഓക്കെ, ഞാനും ഈ പറഞ്ഞ ടെൻറ്റ് കെട്ടാനൊക്കെ ആദ്യമായിട്ടാണ്. പക്ഷേ സിമ്പിളാണ്, ഒന്നുമില്ല. ഒരു 3 കമ്പി ഉണ്ടാവും. 3 കമ്പിയും ക്രോസായി വെക്കും. പിന്നെ അപ്പം ഞാനൊക്കെ അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്തു. സിമ്പിളായിട്ട് മൂപ്പര് ഇങ്ങോട്ട് ഒരു കോല് തന്നു. ആ കോല് കറക്റ്റായിട്ട് ഞാൻ അവിടെ എടുത്ത് വെച്ചു. സെറ്റ്. പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തു, പരിപാടി പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് ചെയ്തു എന്നൊക്കെ പറയാം. ഒരാളെ കിട്ടിയപ്പോൾ ബാക്കിയുള്ള ആരും ഹെൽപ്പ് ചെയ്യാനൊന്നും പോയില്ല. പിന്നെ ഞാൻ വ്ളോഗ് എടുക്കുകയാണല്ലോ. ഓക്കെ, എൻ്റെ ഒരു പ്രസൻസും അതിലിരുന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. സോ നമ്മളാണ് ആ ടെൻറ്റ് ചെയ്തത്. സോ ഐ ഗെറ്റ് എ ന്യൂ എക്സ്പീരിയൻസ് ഇൻ ടെൻറ്റ് കെട്ടൽ. സോ അതന്നെ. അപ്പോൾ അങ്ങനെയാണ് കാര്യം. എനിക്ക് പണ്ടത്തെ കാര്യം ഓർമ്മ വരികയാണ്. ഞാൻ വെക്കേഷൻ പറയുമ്പോൾ ഉമ്മാൻ്റെ വീട്ടിൽ വെക്കേഷന് പോകുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഈ പഴയ സാരിയും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുമായിരുന്നു. താത്തമാരൊക്കെ കൂടെ പണ്ടൊക്കെ കളിക്കില്ല, ചട്ടിയും കലവും ഒക്കെ വെച്ചിട്ട് കാശ് വന്നിട്ട് പേപ്പറായിരിക്കും. അതൊക്കെ ഓർമ്മ വരികയായിരുന്നു. ഓക്കെ, സോ ഐ ഗെറ്റ് ഗുഡ് എക്സ്പീരിയൻസ്. ഒന്നും പറയുകയാണെങ്കിൽ ഇതൊന്നും മറക്കാൻ പറ്റില്ല. ഓക്കെ, ഇതൊന്നും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. സോ അതുതന്നെയാണ് പറയുന്ന കാര്യങ്ങൾ. അത് തന്നെയാണ്. അതിൽ എല്ലാവരും ഭയങ്കര ഒരു എനർജി ആയിരുന്നു. എല്ലാവരും അടിപൊളി എനർജി ആയിരുന്നു. പിന്നെ ടോട്ടലി നമ്മളങ്ങനെ പെട്ടെന്ന് തന്നെ ടെൻറ്റും കാര്യങ്ങളൊക്കെ കെട്ടി കഴിഞ്ഞു. സോ പിന്നെ ഇത് ലെങ്തി വീഡിയോ ആണ്. സോ അതുകൊണ്ട് തന്നെ പകുതി മുക്കാൽ നിങ്ങൾ കട്ട് ചെയ്തിട്ടായിരിക്കും
കാണുക. സോ ഈ എന്താ പറയുക, ഇപ്പോൾ ഇതൊരു 45 സംതിങ് ലെങ്ത് ഉള്ളൊരു വീഡിയോ ആയിരുന്നു. മാക്സിമം ഞാൻ കമ്മിയാക്കി. സോ എനിക്ക് സങ്കടമുണ്ട്, ഇത്രയും വീഡിയോസ് എടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നതിൽ എനിക്ക് ദുഃഖം ഉണ്ട്. ഇടയിൽ വോയിസും കാര്യങ്ങളൊക്കെ ഈ കാറ്റ് കാരണം സ്പോയിലായിപ്പോയി, അതിലും എനിക്ക് ചെറിയ ദുഃഖമുണ്ട്. സോ ഓരോരുത്തരുടെ കൾച്ചർ ഓരോരുത്തർ പോലെയാണ്. I didn't want to disturb that. ഇവര് എന്താ പറയാ കോട്ടയത്തിനാണ്. ഇന്നത്തെ ബ്ലോഗ് കഴിഞ്ഞാൽ പൗർണമിയിൽ കയറ്റുക, ചാർജ് കയറ്റുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഗൈഡ് നമ്മളെ മെല്ലെ തപ്പി ഇറങ്ങി വന്നത്. സോ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചു. അപ്പോൾ എന്താണ് അടുത്ത പ്ലാൻ, എന്താണ്, എങ്ങോട്ടാണ് എന്നൊക്കെ ചോദിച്ചു. മൂപ്പരാണെങ്കിൽ സൈലൻ്റാണ്, ആരത്തും അങ്ങനെ സംസാരിക്കില്ലായിരുന്നു. പിന്നെ നമ്മളായിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചു. സംസാരിക്കേണ്ട ടൈമിൽ മാത്രം സംസാരിക്കുകയുള്ളൂ, അല്ലാണ്ട് ചുമ്മാ അത് അങ്ങനെയാക്കൊന്നും പറയില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് മൂപ്പർക്ക് പ്രോപ്പറാവണം. വേറെ ആരെക്കാട്ടും നല്ല നമ്മൾ ഫസ്റ്റ് എത്തണം, അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ചു. അടുത്തുന്ന പ്ലാൻ എന്താണ്. അപ്പോൾ നാളെ രാവിലെ എണീക്കും, മോർണിംഗ് നേരത്തെയൊക്കെ എണീക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞവർ. ഓ ശരി, കുഴപ്പമില്ല എന്ന് പറയാം. അസീം അതേപോലെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇനി ഈവനിങ് ആണോ ഫുഡ്, ഇനി നൈറ്റാണോ ഫുഡ്, അതേ പറയും. ഓക്കെ പണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണ്ടായിരുന്നു. ചായ കുടിക്കണോ ഇല്ല വേണ്ടെന്ന് പറഞ്ഞ് നമ്മളെ ഗ്യാപ്പിൽ ഇങ്ങനെ നിങ്ങൾ ആ സൈഡിൽ കണ്ടില്ല, അതാണ് ഗോൾഡൻ ഹവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് പറയുക ഗോൾഡൻ ഹവേഴ്സ്. ഓക്കെ, ഐ തിങ്ക് 1 hours 2 hours ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കണം. എനിക്കറിയില്ല, അവിടെ ആരൊക്കെയോ പറയണത് കൊണ്ടോ അതൊക്കെയാണ് ഗോൾഡൻ ഹവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനാണ് പറഞ്ഞു തരുന്നത്. സോ പിന്നെ അസി ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. സോ അസിൻ്റെ വോയിസും കാര്യങ്ങളും കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ വോയിസിൽ വന്ന്. സോ അസി ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ അത് പിടിക്കാൻ പറ്റാത്ത സംസാരമാണ് അവൻ സംസാരിക്കുന്നത്. ഓക്കെ, കുറേ കാര്യങ്ങൾ അവൻ സംസാരിക്കുന്നുണ്ട്. അവനിക്ക് കുറേ മൈൻഡിൽ തോട്ട്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യായിരുന്നു എൻ്റെ അടുത്ത്. സോ അതുതന്നെയാണ്, അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഇതൊക്കെ കാണുന്ന നമ്മുടെ ടെൻറ്റ് ഓരോരോ ഗ്യാങ്ങിൻ്റെ ഓരോരോ ടീമിൻ്റെ ആയിരുന്നു ഉണ്ടാവുക. നമുക്ക് ഈ ടോയ്ലറ്റ് പോകാനൊക്കെ കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. സോ പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു ടെൻ്റായിരുന്നു അത്. സോ നമ്മൾ അവിടെയാണ് സാധിക്കേണ്ടത്. സോ കാര്യങ്ങൾ സാധിച്ച ശേഷം ഒരു പൗഡർ ഉണ്ടാവും, വൈറ്റ് പൗഡർ ഇടാം. അത് കഴിഞ്ഞിട്ട് അത് കോരി അപ്പുറത്തേക്ക് ഇടുക. സോ അങ്ങനെയാണ് വരിക കാര്യങ്ങളൊക്കെ. സോ ഇത് പറയണമെന്നുണ്ടായിരുന്നു, പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് പോവാം, ഇപ്പോഴല്ല പിന്നെ. ഓക്കെ, അപ്പോൾ ബൈ, സീ യു ഗൈസ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ലവ് യു ഗൈസ്.